അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കപ്പയുടെ 2ാം ദിവസം ഇത് ഞാനിത് പച്ചയ്ക്ക് നമുക്കൊരു വറവ് വറ്റലാക്കി എടുക്കാം. അതിനുള്ള പുറപ്പാടാണ്. കഴുകി തോടെല്ലാം കളഞ്ഞ് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഇതാക്കിയിട്ട് വരാം. നല്ലോണം നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എടുത്തിട്ട് വരാമേ. അങ്ങനെ നമ്മൾ ആ കപ്പ മുഴുവനും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പച്ചയ്ക്ക് തന്നെ വറുത്തെടുക്കണം. കണ്ടോ, ഇതാ നല്ലോണം അരിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ കടയിലൊക്കെ നമ്മൾ വറുത്ത് വാങ്ങിക്കാൻ ഇങ്ങനെ അരിഞ്ഞിടല്ല. അവർ തന്നെ നേരിട്ട് തന്നെ എണ്ണയിലോട്ട് ഈ ഗ്രേറ്ററിലിട്ട് ഇങ്ങനെ അരിഞ്ഞിടണം. അതിനുള്ള ആരോഗ്യം എൻ്റെ കൈക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് കൊടുക്കാം. ചീനി വറ്റലുണ്ടാക്കാം നമുക്ക്. ഓക്കെ, ഇത് നല്ലോണം മൂത്തൊട്ട് എണ്ണ തീ കുറച്ച് വെച്ചിരുന്നു. ഇനി തീ കൂട്ടി കൊടുത്ത് പറന്ന് മൂത്തോട്ടെ. മൂത്ത് വന്ന് തുടങ്ങി. അപ്പം നമുക്ക് ശകലം ഉപ്പ് തളിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നല്ല മൂത്തിട്ടുണ്ട്. നമുക്കിനി കോരിയാലോ. കോരിയെടുക്കാം. കണ്ടോ, മൊത്തം കോരിയെടുക്കട്ടെ. അങ്ങനെ മൂത്തെടുത്തു. അടുത്ത് നമുക്ക് വീണ്ടും ഇടാം. ഇതുപോലെ ഞാൻ എല്ലാം മൂത്തെടുത്തിട്ട് വരാമേ. അങ്ങനെ പണി ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. ഇവിടെ മൂക്കട്ടെ. അപ്പം നമ്മളങ്ങനെ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടും സെറ്റാക്കാം, കുറച്ച് അല്ലാതെ സെറ്റാക്കാം കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കാണിച്ചു തരാം ഞാൻ. അപ്പം നമ്മുടെ പരിപാടി ഇതാ മൊത്തം കഴിഞ്ഞു. ഇത് മുളക് വരട്ടിയ നമ്മുടെ തപ്പിയൊക്കെ ചിപ്സ്. ഇത് അല്ലാതെ പ്യുവർ വൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് മുളക് പൊടി ഇഷ്ടമില്ല കേട്ടോ. കാർത്തിക്കുട്ടനാണെങ്കിൽ ഇതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് 2 വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി സ്നാക്സ് പച്ച കപ്പയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വീട്ടിൽ നിന്നെടുത്ത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഞാൻ പിന്നെ കപ്പ ഉണക്കുന്നത് എങ്ങനെയെന്നും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതും ഇതും 2 തരത്തിലായി കപ്പ. ഇനി നമുക്ക് കപ്പ വാട്ടി ഇങ്ങനെ ഒറ്റലുണ്ടാക്കാൻ പറ്റും, വാട്ടി വേവിച്ചെടുക്കാൻ പറ്റും. പല തരത്തിലും ഇതുണ്ടാക്കാം. ഓരോരോ വിഭവങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബായ്.